നെക്സ്റ്റ് ഈസ് ആറ്റോമിക് സ്പെക്ട്ര. എന്താണ് ആറ്റോമിക് സ്പെക്ട്ര എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് ബോർസ് മോഡൽ ഓർമ്മയുണ്ടല്ലോ, ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. അതാദ്യം പറഞ്ഞിട്ട് എന്താണ് ആറ്റോമിക് സ്പെക്ട്ര എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. നമ്മൾ ഓൾറെഡി പഠിച്ചതാണ് ബോർസ് മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇത് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് ആണ്. ഇതിന് ചുറ്റും ഡിഫറെൻറ്റ് എനർജി ലെവൽസ് ഉണ്ട് ഇലക്ട്രോണിന്. ഇലക്ട്രോൺ മേ ബി ഇൻ ദ ഫസ്റ്റ് എനർജി സ്റ്റേറ്റ്, അതായത് റൂം ടെമ്പറേച്ചറിൽ ഇലക്ട്രോൺ ഇവിടെയായിരിക്കും വരാം. ദിസ് ഈസ് സെഡ് ടു ബി ദ ഗ്രൗണ്ട് സ്റ്റേറ്റ്. n=1 ആണ്. ഇലക്ട്രോണിന് എനർജി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഗോ ടു എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. n=2, n=3, n=4 എക്സെട്ര. ഇങ്ങോട്ട് പോകുന്തോറും എനർജി ഓഫ് ദ ഇലക്ട്രോൺ ഇൻക്രീസസ്. ഇലക്ട്രോണിന് എനർജി കിട്ടുമ്പോൾ ഹയർ സ്റ്റേറ്റ്സിലോട്ട് ജമ്പ് ചെയ്യും. നമുക്കിതറിയാം, ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചതാണ്. ഇനി എന്താണ് ആറ്റോമിക് സ്പെക്ട്ര എന്ന് ഞാൻ പറഞ്ഞുതരാം. അതിൻ്റെ ഡെഫിനിഷൻ ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ശ്രദ്ധിച്ചിരിക്കണം, ഞാൻ വായിക്കാം. വെൻ എൻ ആറ്റോമിക് ഗ്യാസ് ഓർ വേപ്പർ ഈസ് എക്സൈറ്റഡ് അറ്റ് ലോ പ്രഷർ, യൂഷ്വലി ബൈ പാസിംഗ് എൻ ഇലക്ട്രിക് കറന്റ് ത്രൂ ഇറ്റ്, the emitted radiation has a spectrum which contains certain specific wavelength only. This is said to be atomic spectra. അതായത് ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഹൈഡ്രജൻ ഗ്യാസ് ഒരു കണ്ടെയ്നറിനുള്ളിൽ, ഒരു ചെറിയൊരു കണ്ടെയ്നറിനുള്ളിൽ ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ലോ പ്രഷറിലാണ് കീപ്പ് ചെയ്തത്. എന്നിട്ട് അതിൽ കൂടി ഇലക്ട്രിക് കറണ്ട് പാസ് ചെയ്യിക്കുക. ഞാൻ അതിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ പറയുന്നില്ല. ഇതിനകത്ത് ഹൈഡ്രജൻ ആറ്റം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ കണ്ടെയ്നറിനുള്ളിൽ എന്തുണ്ട്? ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. ഇതിൽ കൂടി ഒരു ഇലക്ട്രിക് കറണ്ട് ഫ്ലോ ചെയ്യുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിൻ്റെ എനർജി കൂടും അല്ലേ? ഇലക്ട്രോൺ വിൽ ഗോ ടു ദ എക്സൈറ്റഡ് സ്റ്റേറ്റ്സ്. ഇലക്ട്രോണിൻ്റെ എനർജി കൂടും അല്ലേ? ഹീറ്റ് എനർജി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജി കൂടുമല്ലോ. ഇലക്ട്രോണ് ഹയർ എനർജി സ്റ്റേറ്റിലോട്ടൊക്കെ പോകും. ചിലപ്പോൾ 4 ജമ്പ് ചെയ്യും, ചിലപ്പോൾ n=7 ജമ്പ് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ദിസ് കറൻറ്റ്. പിന്നെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇറ്റ് ഹാസ് എ ടെൻഡൻസി ടു ഗോ ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. ഹയർ എനർജി സ്റ്റേറ്റിൽ എത്തുന്ന ഇലക്ട്രോണിന് ഒരു ടെൻഡൻസി ഉണ്ട്. എന്ത്? ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഹയർ എനർജി സ്റ്റേറ്റിൽ എത്തിയ ഇലക്ട്രോണ് ഇറ്റ് മേ ഗോ ടു എയ്തർ മേ ബി ഗോയിങ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്, അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേറ്റ്, അല്ലെങ്കിൽ തേർഡ് സ്റ്റേറ്റിലോട്ട് ചിലപ്പോൾ ഡൗൺ ആവും, ഡ്രോപ്പ് ആവും. ഇറ്റ് ഹാസ് എ ടെൻഡൻസി. ഇനീഷ്യലി എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്യും എനർജി കിട്ടുമ്പോൾ. ആ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്തുന്ന ഇലക്ട്രോണിന് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് ലോവർ എനർജി സ്റ്റേറ്റിലോട്ട് ഇലക്ട്രോണിന് പോകാനുള്ള ടെൻഡൻസി വരും. അങ്ങനെ പോകുമ്പോൾ ഇലക്ട്രോണിൻ്റെ എനർജിയിൽ ഉണ്ടാകുന്ന കുറവ് അത് എന്തായിട്ട് വരും? അതൊരു ഫോട്ടോൺ എമിറ്റ് ചെയ്യും. അതായത് n=4 ഇലക്ട്രോണ് 1 ജമ്പ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇലക്ട്രോണിൻ്റെ എനർജി കുറഞ്ഞു. എത്ര എനർജി കുറഞ്ഞോ അത്രയും എനർജി ഉള്ള ഒരു ഫോട്ടോൺ അത് എമിറ്റ് ചെയ്യും. n=4 1 ജമ്പ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി ആയിരിക്കില്ല n=4 3 ജമ്പ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന ഫോട്ടോണിൻ്റെ എനർജി. അപ്പോൾ നമുക്ക് ഇലക്ട്രോൺസ് ഒരു എനർജി സ്റ്റേറ്റിൽ നിന്ന് വേറൊരു എനർജി സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്യുമ്പോൾ ഒരുപാട് എനർജി സ്റ്റേറ്റുകളുണ്ട്, ഒരുപാട് ലോവർ എനർജി സ്റ്റേറ്റുകളുണ്ട്. ജമ്പ് ചെയ്യുമ്പോൾ പല ഫ്രീക്വൻസിയിലുള്ള അല്ലെങ്കിൽ പല വേവ് ലെങ്ത്തിലുള്ള ഫോട്ടോൺസുകൾ എമിറ്റ് ചെയ്യും. ഇത് ഒരു ആറ്റം മാത്രമല്ല ഉള്ളത്. ഹൈഡ്രജൻ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ അതിലൊരുപാട് ആറ്റംസ് ഉണ്ട്. ഒരു ആറ്റം മനസ്സിലായാലും ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയുള്ള വേവ് ലെങ്ത്താണ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മറ്റു ആറ്റംസുകളുണ്ടല്ലോ, അവർ ചിലപ്പോൾ വേറൊരു ഫ്രീക്വൻസിയിലുള്ള റേഡിയേഷൻ ആയിരിക്കും എമിറ്റ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? അപ്പോൾ ആ ഫ്രീക്വൻസിയുള്ള റേഡിയേഷൻസ് എല്ലാം നമുക്കൊരു സ്ക്രീനിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻ അല്ല കിട്ടുക. മനസ്സിലായാലോ? ഒരു ഡിസ്ക്രീറ്റ് ലെവലാണ്. ഡിസ്ക്രീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻസുകൾ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ എങ്ങനെയാണോ ഒന്നുകൂടി പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഒരു ഹൈഡ്രജൻ ഗ്യാസ് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗ്യാസ്, ഹൈഡ്രജൻ തന്നെയാവണമെന്നില്ല, അത് ലോ പ്രഷറിൽ ഒരു കണ്ടെയ്നറിൽ വെച്ചിട്ടുണ്ട്.
കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോണിൻ്റെ എനർജി കൂടിയിട്ട് ഇലക്ട്രോൺ ഹയർ സ്റ്റേറ്റിലോട്ട് പോകും. അത് എക്സാക്ട്ലി എവിടേക്കാണ് പോകണമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ n=10 ജമ്പ് ചെയ്യുക ഒരു ആറ്റം, പക്ഷെ മറ്റേ ആറ്റം ചിലപ്പോൾ n=7 ജമ്പ് ചെയ്യുക. അങ്ങനെ പല ആറ്റം പല പല ലെവലിലോട്ട് മൂവ് ചെയ്തിട്ടുണ്ടാവും. ആ ഹയർ എനർജി സ്റ്റേറ്റിലെത്തിയ ഇലക്ട്രോണ് പിന്നീട് താഴേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് താഴേക്ക് പോകുമ്പോൾ ഇലക്ട്രോണിലുള്ള എനർജിയിലൊരു കുറവ് വരുമല്ലോ. ആ കുറവ് ഒരു ഫോട്ടോണിൻ്റെ രൂപത്തിൽ എമിറ്റ് ചെയ്യും. നമ്മൾ പഠിച്ചതാണത് ഓൾറെഡി. അപ്പോൾ n=4 നിന്ന് ഇലക്ട്രോണ് 1 ജമ്പ് ചെയ്തെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് അതിനുള്ള എനർജി ഡിഫറൻസ് വന്നല്ലോ. അത്രയും എനർജി ഉള്ള ഒരു ഫോട്ടോണാണ് എമിറ്റ് ചെയ്യുക. പക്ഷെ വേറൊരു ആറ്റം ഉണ്ട്. വേറൊരു ആറ്റം n=4 ഇലക്ട്രോൺ ചിലപ്പോൾ n=2 ജമ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോഴുണ്ടാവുന്ന എനർജി ഡിഫറൻസ് വേറെ ആയിരിക്കും. ആ എനർജി ഡിഫറൻസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോട്ടോൺ ആയിരിക്കും എമിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് എനർജി, ഡിഫറെൻറ്റ് ഫ്രീക്വൻസി, ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ഉള്ള പല ഫോട്ടോൺസുകൾ അഥവാ റേഡിയേഷൻസുകൾ കിട്ടും. അതെല്ലാം നമ്മളൊരു സ്ക്രീനിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള ചില ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസുകൾ സ്ക്രീനിൽ കിട്ടും. എല്ലാ ഫ്രീക്വൻസിയും അവൈലബിൾ ആയിരിക്കില്ല. ചില സ്പെസിഫിക് ആയിട്ടുള്ള ഫ്രീക്വൻസി ഉള്ള റേഡിയേഷൻസ് കിട്ടും സ്ക്രീനിൽ. അതാണ് ആറ്റോമിക് സ്പെക്ട്ര. അപ്പോൾ ആറ്റോമിക് സ്പെക്ട്ര ഉപയോഗിച്ചിട്ട് നമുക്ക് ഏത് ആറ്റമാണോ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആറ്റോമിക് സ്പെക്ട്ര ഫിക്സ്ഡ് ആണ്. ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ആറ്റോമിക് സ്പെക്ട്ര, അതായത് മനസ്സിലായില്ല, സീക്വൻസ് ഓഫ് വേവ് ലെങ്ത് ഓഫ് റേഡിയേഷൻസ്, അത് ഫിക്സ്ഡ് ആണ്. അപ്പോൾ നമ്മളത് നേരത്തെ തന്നെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഒരു കണ്ടെയ്നറിനുള്ളിൽ എന്ത് ടൈപ്പ് ഗ്യാസ് ആണെന്നുള്ളത് നമുക്ക് ഈ ആറ്റോമിക് സ്പെക്ട്ര ചെക്ക് ചെയ്തിട്ട് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചിരിക്കുക. ആ സ്പെക്ട്ര അത് ഞാൻ കാണിച്ചു തരാം, ശ്രദ്ധിച്ചിരിക്കുക. ഇവിടെ ശ്രദ്ധിച്ചിരുന്നേ, അതിൽ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേവ് ലെങ്ത്തുകൾ മാത്രമേ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. നമ്മളെ സിലബസിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. ആദ്യത്തത് ലൈമാൻ സീരീസ് എന്ന് പറയും. ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോണ് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരികയാണെങ്കിൽ, ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 2-ലുണ്ടായിരുന്ന ഇലക്ട്രോണ് ഇങ്ങോട്ട് 1 ജമ്പ് ചെയ്യാം. അതല്ലെങ്കിൽ 3-ലുള്ള ഇലക്ട്രോണിന് വേണമെങ്കിൽ 1 ജമ്പ് ചെയ്യാം. 4-ലുള്ള ഇലക്ട്രോണിന് വേണമെങ്കിൽ 1 ജമ്പ് ചെയ്യാം. 1 ഇലക്ട്രോൺസ് ഹയർ എനർജി സ്റ്റേറ്റ്സിൽ നിന്ന് 1 എത്തുമ്പോൾ കിട്ടുന്ന റേഡിയേഷൻസിൻ്റെ വേവ് ലെങ്ത് ആണ് ലൈമാൻ സീരീസ്. അപ്പോൾ അതിനും പല പല വാല്യൂസുകളുണ്ട്. 91 നാനോമീറ്റർ മുതൽ 120 നാനോമീറ്റർ വരെയുള്ളൊരു പാറ്റേൺ ഉണ്ട്. അതിനേക്കാൾ കാരണം 2-ൽ നിന്ന് 1 ജമ്പ് ചെയ്യുമ്പോൾ ഉള്ള വേവ് ലെങ്ത് ആയിരിക്കില്ല 3-ൽ നിന്ന് 1 ജമ്പ് ചെയ്യുമ്പോൾ, അതായിരിക്കില്ല 4-ൽ നിന്ന് 1 ജമ്പ് ചെയ്യുമ്പോൾ. പല പല എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് 1 ജമ്പ് ചെയ്യാം. അപ്പോൾ ലൈമാൻ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വേവ് ലെങ്ത് ഓഫ് ദ എമിറ്റഡ് ഫോട്ടോൺസ് വെൻ ഇലക്ട്രോൺ ജംപ് ഫ്രോം ഹയർ എനർജി സ്റ്റേറ്റ് ടു ഗ്രൗണ്ട് സ്റ്റേറ്റ്. പ്രത്യേകം ഓർത്ത് വെച്ചേക്കണം, 1 ജമ്പ് ചെയ്യുമ്പോൾ. ഹയർ എനർജി സ്റ്റേറ്റ് എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ, ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്ന് 1 ജമ്പ് ചെയ്യുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള ഫ്രീക്വൻസിയുള്ള ഫോട്ടോൺസുകൾ കിട്ടും. അതിൻ്റെ വേവ് ലെങ്ത്തുകളെല്ലാം നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുകയാണ്. 91 നാനോമീറ്റർ മുതൽ 120 നാനോമീറ്റർ വരെയുള്ള കുറേ പാറ്റേൺ ഓഫ് റേഡിയേഷൻസ്, ഫോട്ടോൺസ് കിട്ടും. അതാണ് ലൈമാൻ സീരീസ്. പിന്നെ കുറേ ബ്ലാക്കാണ്, പിന്നെ കുറേ റേഡിയേഷൻസുകളില്ല. പിന്നെ വരുന്നത് ബാൾമർ സീരീസാണ്. ബാൾമർ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോണ് ഹയർ എനർജി സ്റ്റേറ്റിൽ ഇരിക്കുകയായിരുന്നു, 2-ൽ ജമ്പ് ചെയ്യാം. ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിന് ചിലപ്പോൾ 2-ൽ ജമ്പ് ചെയ്യാം. ഇവിടെ ഉണ്ടായിരുന്ന ഇലക്ട്രോണിന് 2-ൽ ജമ്പ് ചെയ്യാം. 3 ഹയർ എനർജി സ്റ്റേറ്റിലുള്ള ആൾക്കും 2-ൽ ജമ്പ് ചെയ്യാം. അപ്പോൾ 2-ൽ ജമ്പ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, 2-ൽ ജമ്പ് ചെയ്യുമ്പോൾ എമിറ്റ് ചെയ്യുന്ന റേഡിയേഷൻ, അതാണ് ബാൾമർ സീരീസ്. അത് നമുക്കൊരു പാറ്റേൺ ഓഫ് വേവ് ലെങ്ത് ആണ് കിട്ടുക. കാരണം 2-ൽ ജമ്പ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പല പോസിബിലിറ്റീസ് ഉണ്ട്. ഒരുപാട് ആറ്റംസ് ഉണ്ടെന്നുള്ള കാര്യം മറക്കണ്ട. ഒരാറ്റം 3-ൽ നിന്ന് 2-ൽ ജമ്പ് ചെയ്യണമെങ്കിൽ വേറെ ആറ്റം 4-ൽ നിന്ന് 2-ൽ ജമ്പ് ചെയ്തിട്ടുണ്ടാവുക. 3-ൽ നിന്ന് 2-ൽ ജമ്പ് ചെയ്യുമ്പോൾ ഒരു പർട്ടിക്കുലർ വേവ് ലെങ്ത് കിട്ടും. 4-ൽ നിന്ന് 2-ൽ ജമ്പ് ചെയ്യണമെങ്കിൽ വേറൊരു ഫോട്ടോൺ ആയിരിക്കും കിട്ടുക.
ഒരുപാട് ആറ്റംസുകൾ ഉണ്ടെന്നുള്ള കാര്യം ഓർത്ത് വെച്ചോ. അപ്പോൾ 2 ജമ്പ് ചെയ്യുമ്പോൾ പല പല എനർജി സ്റ്റേറ്റിൽ നിന്നും ഇലക്ട്രോൺസിന് 2 ജമ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ n=2 ജമ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോട്ടോൺസിൻ്റെ വേവ് ലെങ്ത്തുകളാണ് ഈ കാണുന്നതെല്ലാം. 365 നാനോമീറ്റർ മുതൽ 656 നാനോമീറ്റർ വരെ, അതാണ് ബാൾമർ സീരീസ്. ഇതും കൂടി മാത്രമേ കൊടുത്തിട്ടുള്ളൂ, 3 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളൂ. ഇനി n=3 ജമ്പ് ചെയ്യുമ്പോൾ n=3 എക്സൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് 3 ജമ്പ് ചെയ്യുമല്ലോ ഫ്രം ഹയർ സ്റ്റേറ്റ്സ്. പല പല ആറ്റംസ്, ഒരു ആറ്റം 4 നിന്ന് 3 ജമ്പ് ചെയ്യുമ്പോൾ വേറൊരു ആറ്റം n=7 നിന്ന് 3 ജമ്പ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ 3 ജമ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പല പോസിബിലിറ്റീസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പല പല ഫോട്ടോൺസുകളും എമിറ്റ് ചെയ്യും. അപ്പോൾ n=3 ജമ്പ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോട്ടോൺസിൻ്റെ വേവ് ലെങ്ത്തുകളാണ് ഈ പ്ലോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് പാസ്കൽ സീരീസ് എന്ന് പറയും. അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻസുകളാണ് എമിറ്റ് ചെയ്യുക. എപ്പോഴാണെന്ന് മനസ്സിലായല്ലോ. ഒരു കണ്ടെയ്നറിനുള്ളിൽ ഒരു പർട്ടിക്കുലർ മനസ്സിലായില്ല എലമെൻറ്റിൻ്റെ ഗ്യാസ് നിറച്ചിട്ടുണ്ട്. അതിൽ കൂടി കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇലക്ട്രോൺസിന് എനർജി കിട്ടിയിട്ട് ഇലക്ട്രോൺസ് എല്ലാം എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് ജമ്പ് ചെയ്യും. പല ആറ്റംസ് പല പല എനർജി സ്റ്റേറ്റിലോട്ടായിരിക്കും ജമ്പ് ചെയ്തിട്ടുണ്ടാവുക. പിന്നെ അവർ റിട്ടേൺ ചെയ്യും, റിട്ടേൺ വരും. ചിലപ്പോൾ ഗ്രൗണ്ടിലോട്ടായിരിക്കും റിട്ടേൺ ആവുക. അപ്പോൾ കിട്ടുന്ന വേവ് ലെങ്ത്ത് റേഡിയേഷൻസ് ലൈമാൻ സീരീസ് എന്ന് പറയും. ചില ആറ്റംസ് ചിലപ്പോൾ 2 ജമ്പ് ചെയ്തിട്ടുണ്ടാവുക. ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് പോകുന്നതിന് പകരം 2 റിട്ടേൺ വന്നിട്ടുണ്ടാവും. അപ്പോൾ റേഡിയേഷൻസ് ബാൾമർ സീരീസ്. 3 വരുമ്പോൾ പാസ്കൽ സീരീസ് എക്സെട്ര. ക്ലിയർ ആയല്ലോ. ഇതിൽ ആ ബാൾമർ സീരീസ് വിസിബിൾ റീജിയൻ ആണ്. 365 നാനോമീറ്റർ ടു 656 നാനോമീറ്റർ എന്ന് പറഞ്ഞാൽ അത് വിസിബിൾ റീജിയൻ ആണ്. റെഡ്, വയലറ്റ്, മനസ്സിലായില്ലേ, യെല്ലോ, അതൊക്കെ പെടുന്ന റീജിയൻ ആണ്. ക്ലിയർ ആയല്ലോ. ഇവിടെ നിന്ന് അങ്ങോട്ട് ഇൻഫ്രാറെഡ് ഒക്കെയാണ്. ഹയർ വേവ് ലെങ്ത് ആണ് ഇതൊക്കെ, കുറച്ചുകൂടി ഹയർ വേവ് ലെങ്ത് ആണ്. മനസ്സിലായല്ലോ. ഇത് ലൈമാൻ സീരീസ് ഏകദേശം അൾട്രാ വയലറ്റ് റീജിയനിലാണ് വരുന്നത്. ഇതിൽ വിസിബിൾ ആയിട്ടുള്ള ആൾ ബാൾമർ സീരീസ് ആണ്. ആ വാല്യൂ ഒന്ന് നോട്ട് ചെയ്താൽ വളരെ നല്ലതായിരിക്കും. ഓക്കെ.